Hello everyone, welcome to Direction e-learning. 10th ലെവൽ പ്രിലിമിനറി എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 28/5/2022 നടന്നിട്ടുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ബാക്കി ചോദ്യങ്ങൾ പരിശോധിക്കാം. ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ 60/2022 ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. ഡിഫറെന്റ് കാറ്റഗറീസ് 34/2020, 61/2020, 14/2021 എന്നീ പറയുന്ന കാറ്റഗറികളിലേക്കാണ് ഈ ഒരു കോമൺ പ്രിലിമിനറി എക്സാം നടന്നിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 15ാമത്തെ ചോദ്യം. മണികിരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? കർണാടക, കേരളം, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്. എവിടെയാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹിമാചൽ പ്രദേശ് ആണ്. ഇതൊരു തരത്തിലുള്ള ജിയോ തെർമൽ പ്ലാന്റ് ആണ്. ജിയോ തെർമൽ ഊർജ്ജം ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ ഉള്ളിലുള്ള ചൂടുറവയിൽ നിന്നുള്ള വൈദ്യുതി, ആ രീതിയിലുള്ള ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ജിയോ തെർമൽ ഊർജ്ജം ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ആണ് ഹിമാചൽ പ്രദേശിൽ കിടക്കുന്ന മണികരൺ താപോർജ പ്ലാന്റ് വരുന്നത്. ഇനി ഇതേപോലെ തന്നെ മറ്റു ലൊക്കേഷൻസും വരുന്നുണ്ട്. മറ്റു ലൊക്കേഷൻസ് നമ്മുടെ ലഡാക്കിൽ വരുന്നുണ്ട്. ലഡാക്കിലെ പുഖവാലി എന്ന് പറയുന്ന ലഡാക്കില്, ഛത്തീസ്ഗഡിലാണെങ്കിൽ തത്താപ്പാനി എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലും, കാംബെ എന്ന് പറയുന്ന ഗുജറാത്തിലും. ഇതെല്ലാം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള താപോർജ കേന്ദ്രങ്ങളാണ്. ഇതെല്ലാം ചോദിക്കാറുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നുള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. മണികിരൺ ഹിമാചൽ പ്രദേശ്, കാംബെ ഗുജറാത്ത്, പുഖവാലി ലഡാക്ക്, തത്താപ്പാനി ഛത്തീസ്ഗഡ്. അപ്പൊ ഇത്രയും ആളുകളെ, 4 ആളുകളെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 16. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെടുന്ന ഭൂവിഭാഗം? ഓപ്ഷൻ എ ഉത്തര മഹാസമതലം, ഓപ്ഷൻ ബി ഇന്ത്യൻ മരുഭൂമി, ഓപ്ഷൻ സി തീരസമതലങ്ങൾ, ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ എല്ലാം തന്നെ എന്താണ്? ഹിമാലയൻ നദികളാണ്. അപ്പൊ ആ നദികളുമായി ബന്ധപ്പെട്ട് അവരുടെ എക്കൽ നിക്ഷേപങ്ങൾ കാരണം രൂപപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം എന്ന് പറയുന്ന പ്രദേശങ്ങൾ ഓരോ മേഖലകളിലും ഓരോ നദികളുമായി ബന്ധപ്പെട്ടാണ് അത് അറിയപ്പെടുന്നത്. അതിന്റെ നിക്ഷേപം കാരണമാണ് അവിടെ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സമതലത്തിന്റെ പേരെന്താണ്? ഒരു ഭാഗത്ത് പേര് നിങ്ങൾക്ക് കാണാം, അതേപോലെ മറ്റൊരു ഭാഗത്ത് കാരണമായിട്ടുള്ള നദികളെയും കാണാം. പഞ്ചാബ്, ഹരിയാന സമതലം എന്ന് പറയുന്നത് സിന്ധുവും അതിന്റെ പോഷക നദികളും ആണ് അത് ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് പറയുന്ന രാജസ്ഥാനിലെ മരുസ്ഥലി, ഭാഗർ സമതലങ്ങളാണ്. അതിന് കാരണക്കാരായ നദികൾ ലൂണിയും സരസ്വതിയുമാണ്. പിന്നെ ഗംഗാ സമതലം, ഗംഗയും അതിന്റെ പോഷക നദികളും. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം, അതിനുള്ള കാരണം ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളുമാണ്. അപ്പൊ കൃത്യമായിട്ട് ഈ 4 ആളുകൾ, സമതലത്തിന്റെ 4 ഡിവിഷൻസ്, ആ ഡിവിഷൻസിൽ വരുന്ന അത് ഫോർമേഷന് കാരണമായിട്ട് വരുന്ന നദികൾ ഏതാണെന്നുള്ള കാര്യം റൈറ്റ് സൈഡിൽ കൊടുത്ത 2 ടേബിളും ഒന്ന് ഓർത്തു വെച്ച് പഠിക്കുക. അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അടുത്തൊരു ചോദ്യം 17. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്? ഓപ്ഷൻ എ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഓപ്ഷൻ ബി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഓപ്ഷൻ ഡി റൂർക്കല സ്റ്റീൽ പ്ലാന്റ്. ഏറ്റവും പഴക്കം ചെന്നതും അതേപോലെ തന്നെ വലുപ്പമുള്ളതുമാണ്. ഇപ്പൊ പഴക്കം ചെന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത് വെച്ച് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. 1907 ജംഷഡ്പൂരിൽ ഏത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു? അവിടെ നമുക്ക് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജംഷഡ്പൂരിൽ നമുക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ എന്താണ്, നമ്മളെ സുവർണരേഖ അതേപോലെ തന്നെ കാർക്കി റിവറിന്റെ ഒക്കെ ബാങ്ക്സിനാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആൻസർ എന്താ വരിക? 17 ഓപ്ഷൻ എ ആണ് ആൻസർ വരിക, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഈ ഒരു ടേബിൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോന്നിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ എന്ന് പറഞ്ഞ ജംഷഡ്പൂരിലാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ. പിന്നെ വരുന്ന ഇസ്കോ ആണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുൾട്ടിയിലാണ്, പശ്ചിമ ബംഗാളിലാണ്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ടാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? സ്വകാര്യ മേഖലയാണ്. പിന്നെ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കർണാടകത്തിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ.
പിന്നെ നമുക്ക് വരുന്ന ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആണ്, ദുർഗിലാണ്, ഛത്തീസ്ഗഡിലാണ്. അതൊക്കെ എന്താണ്, ഇതൊക്കെ ഓർത്തിരിക്കുക. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണത് വന്നിട്ടുള്ളത്. കാര്യം ബിലായി ആണ് പറയുന്നത്, ബിലായി പ്ലാന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബിലായി. അപ്പൊ ബിലായ് പ്ലാന്റ് ദുർഗിലാണ്. 1959 റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചത്. പിന്നെ നമുക്ക് വരുന്ന റൂർക്കലയാണ്. റൂർക്കല പ്ലാന്റ് എന്ന് പറയുന്നത് സുന്ദർഗഡ് ഒഡീഷയിലാണ്. 1959 ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചത്. ദെൻ വി ഹാവ് ദുർഗാപൂർ പ്ലാന്റ് പശ്ചിമ ബംഗാളിലാണ്. 62 UK സഹായത്തോടു കൂടി. പിന്നെ നമുക്ക് വരുന്ന ബൊക്കാറോ ആണ്. ബൊക്കാറോ പ്ലാന്റ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്താണ്. 64 റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ഈ നാലാളുകളെ ആവർത്തിച്ച് ചോദിക്കുന്നതായി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും. ഏതൊക്കെയാണ്, അതിന്റെ ലൊക്കേഷൻ, സംസ്ഥാനം ഏതാണ്, ഏത് വർഷം വന്നു, ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ടേബിളിലുള്ള എല്ലാ കാര്യങ്ങളും, ഇരുമ്പുരുക്ക് ശാലയും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിന്റെ സവിശേഷത എന്നീ പറയുന്ന ഈ ടേബിളിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ്. ഇനി നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. 18. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഉത്തരായന രേഖ 23 നോർത്ത്, ദക്ഷിണായന രേഖ 23 സൗത്ത്, ആർട്ടിക് വൃത്തം 66 നോർത്ത്, അന്റാർട്ടിക് വൃത്തം 66 സൗത്ത്. പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ലാറ്റിറ്റ്യൂഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ എന്നറിയപ്പെടുന്ന 23 നോർത്ത് ആണ് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തൂടെ 8 സംസ്ഥാനങ്ങൾ ക്രോസ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. അപ്പൊ ഒരു ഓപ്ഷൻ തന്നതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷനിൽ ചിലപ്പോൾ എന്തുണ്ടാവും അവിടെ? നമ്മുടെ ഉത്തർപ്രദേശോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയൊക്കെ ഉണ്ടാവും ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒഡീഷയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ ഇത് പാസ് ചെയ്യുന്നു, 8 സംസ്ഥാനങ്ങൾ, ഈ 8 പേരും ആരാണെന്നുള്ള കാര്യം ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ മാപ്പ് മനസ്സിൽ കണ്ടാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 19. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത, ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള NH ഏതാണ് ഇന്ത്യയിലെ നിലവിലുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, NH-44 ആണ്. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന NH-44 ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയപാത, നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അതിന്റെ സംസ്ഥാനങ്ങൾ എന്നൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം ആ സംസ്ഥാനങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഏത് സംസ്ഥാനങ്ങളിലൂടെ പാസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൂടെ ഇത് പാസ് ചെയ്യുന്നില്ല. അപ്പൊ അത്തരത്തിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. അടുത്ത ചോദ്യം 20. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. ഉത്തര റെയിൽവേ, ദക്ഷിണ റെയിൽവേ, മെട്രോ റെയിൽവേ, കൊങ്കൺ റെയിൽവേ. ഏതാണ് സ്ഥലങ്ങൾ എന്ന് ആദ്യം നോക്കുക. മുംബൈ ഉണ്ട്, അതേപോലെ മംഗളൂരു ഉണ്ട്, കർണാടകയിലെ മംഗലാപുരം. അപ്പൊ ഏതായിരിക്കും ഉത്തരം? അതെ, ഉത്തരം എന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. ഓപ്ഷൻ ഡി 20, ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? മഹാരാഷ്ട്രയിലെ റോഹ, അതേപോലെ തന്നെ കർണാടകയിലെ മംഗലാപുരവുമായി ബന്ധിപ്പിക്കുന്ന 760 കിലോമീറ്റർ ലെങ്ത്തിൽ ഒരുപാട് തുരങ്കങ്ങളും പാലങ്ങളും ഒക്കെ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആണ് നമ്മുടെ കൊങ്കൺ റെയിൽവേ. അതിന്റെ മുഖ്യ ശില്പിയായിട്ടുള്ളത് ആരായിരുന്നു? ഹി ശ്രീധരൻ ആയിരുന്നു, മലയാളിയായിട്ടുള്ള. 1997 ഇതിൽ ശരിക്കും ഈ ഒരു ചരക്ക് വണ്ടികളൊക്കെ ഇതിന് ഓടി തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഉദ്ഘാടനം നടക്കുന്നത് 1998 ജാനുവരി 26 AB വാജ്പേയി ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊങ്കൺ റെയിൽവേ 1998 നിർമ്മാണം പൂർത്തീകരിച്ച് കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ ആണ് നീളം. സഞ്ചാരപാതയിൽ എന്തൊക്കെ വരുന്നുണ്ട്? 146 നദികൾ, ഏകദേശം 2000 പാലങ്ങൾ, 91 തുരങ്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു റൂട്ടിൽ. അതൊക്കെ വെച്ചിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കമായിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? അന്ന് പണ്ട് 6.5 കിലോമീറ്റർ എന്തുണ്ടായിരുന്നു? കാർബുഡേ എന്ന് പറയുന്ന തുരങ്കം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഈ പീർപ്പഞ്ചിലൊക്കെ വരുന്ന സമയത്ത് അതിന്റെ സ്ഥാനം പിന്നെ പോയിട്ടുണ്ട്. ഏറ്റവും വലുതായിട്ട് അന്ന് ആയതായിരുന്നു കാർബുഡേ എന്ന് പറയുന്ന
തുരങ്കമായിരുന്നു 6.5 കിലോമീറ്റേഴ്സിന്. പിന്നെ ഇതിന്റെ സംസ്ഥാനങ്ങളായിട്ട് മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളൊക്കെ ഈ സംരംഭത്തിന്റെ പങ്കാളികളായിട്ട് വന്നിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. ഇപ്പൊ കേരളത്തിലുള്ള നോർത്തിലേക്ക് പോകുന്ന പല വണ്ടികളും ഏതിലൂടെയാണ് പോകുന്നത്? കൊങ്കൺ റൂട്ടിലൂടെയാണ് പോകുന്നത്. മലബാറിലേക്ക് വരുന്ന വണ്ടികളൊക്കെ തന്നെ കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരവും കഴിഞ്ഞ് കൊങ്കൺ റൂട്ട് വഴിയാണ് മുംബൈ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട കേരളവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റൂട്ടാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി ഡയറക്ഷൻ ഇ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഡയറക്ഷൻ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ താങ്ക് യു.